ഈ ചൂടുകാലത്ത് അതിഥികളെ ഞെട്ടിക്കാൻ പറ്റുന്ന പൊട്ടുവെള്ളരി കൊണ്ടുള്ള ഒരു കിഡിലൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൊട്ടുവെള്ളരി അതിൻ്റെ സീഡ്സൊക്കെ മാറ്റിയിട്ടുണ്ട്, തൊണ്ടും കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലേക്കുള്ള പൊട്ടുവെള്ളരി മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊട്ടുവെള്ളരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. തലപ്പാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ മാത്രം എടുത്തിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ഏലക്കായ പൊടിച്ചതാണ്. ഇത് ഞാൻ പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച കാരണമാണ് ഇത്രയും തോന്നണത് കേട്ടോ. 2 ഏലക്കായ മതി, അത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ചിടാം. ഇതിലിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അധികം നന്നായി അരഞ്ഞു പോകരുത്, പതുക്കെ ഒരു 1-2 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്രയും പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞു പോകാതെ ഇതുപോലെ ഇടയ്ക്ക് ഒരേ കട്ടയൊക്കെ വേണം നമുക്കത് കടിക്കാനായിട്ട്. ഇതുപോലെ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇത് വേണ്ട, അതുകൊണ്ട് അധികം നേരിട്ട് അരച്ച് കളയരുത്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് പകർത്താം. ഞാനിതിപ്പോൾ ഗ്ലാസ്സുകളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ചെറീസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലൊന്നും ചേർത്തില്ലെങ്കിലും നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എന്നാലും നമുക്ക് ഇതും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു ഷെയ്ക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി കൊണ്ടുള്ള ഒരു വെറൈറ്റി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഐസ് ക്യൂബ് ഇട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.